ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഈ കോൺക്രീറ്റ് തന്നെ പ്രധാനമായും 3 തരത്തിലുണ്ട്. 1 ഓർഡിനറി കോൺക്രീറ്റ്, 2 സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, 3 ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഇതിൽ ഏത് തരം കോൺക്രീറ്റ് ആണ് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാൻ സാധ്യതയില്ല. ഇത് എൻജിനീയേഴ്സിനും അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളവർക്കുമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതലായുള്ള ഡീറ്റെയിൽസ് അറിയാവുന്നത്. എന്നാൽ പ്രധാനമായും നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. കാരണം നമ്മൾ PCC ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രേഡിലുള്ള കോൺക്രീറ്റ് അല്ല വീടിൻ്റെ റൂഫ് സ്ലാബ് വാർക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അതുപോലെ റൂഫ് സ്ലാബ് വാർക്കുന്ന ഗ്രേഡിലുള്ള കോൺക്രീറ്റ് അല്ല വീടിൻ്റെ വാട്ടർ ടാങ്കൊക്കെ നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. ഓരോന്നിനും അതിൻ്റെ പർപ്പസ് അനുസരിച്ച്, അതിൽ ആക്ട് ചെയ്യുന്ന ലോഡിനനുസരിച്ച് ഇതിൻ്റെ ഗ്രേഡിൽ വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വീടിൻ്റെ ഓരോ ഘട്ടത്തിലും ഏതൊക്കെ ഗ്രേഡിലുള്ള കോൺക്രീറ്റുകളാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള കോൺക്രീറ്റ് ആണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഇതിൽ ഓർഡിനറി കോൺക്രീറ്റിലെ M5 മുതൽ M20 വരെയുള്ള കോൺക്രീറ്റ് ആണ് ഈ ഓർഡിനറി കോൺക്രീറ്റിൽ വരുന്നത്. അതായത് M5, M7.5, M10, M15, M20 ഇത്രയും ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആണ് ഓർഡിനറി കോൺക്രീറ്റിൽ വരുന്നത്. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ വീട് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ M20, അതിൽ M എന്ന് പറയുന്നത് മിക്സ് എന്നാണ് അർത്ഥം. അതിൻ്റെ അടുത്തുള്ള ആ നമ്പർ സൂചിപ്പിക്കുന്നത് നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്ത് 28 ദിവസത്തെ ക്യൂറിംഗ് പ്രോസസ്സിന് ശേഷം ആ കോൺക്രീറ്റ് കൈവരിക്കുന്ന സ്ട്രെങ്ത് ആണ് 20 എന്ന് അർത്ഥമാക്കുന്നത്. അതായത് M20 എന്ന് പറഞ്ഞാൽ ആ കോൺക്രീറ്റ് ചെയ്ത് 28 ദിവസത്തിന് ശേഷം അതിൻ്റെ ആ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 20 Nm/mm² ആയിരിക്കും. അടുത്ത് വരുന്നത് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് ആണ്. അതിൽ M25 മുതൽ M40 വരെയുള്ള കോൺക്രീറ്റുകളാണ് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതായത് M40, M25, M30, M40 ഇതൊക്കെ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റിൽ വരുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്ന ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M50, M70 അങ്ങനെ പോകുന്ന കോൺക്രീറ്റുകളെയാണ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഗ്രേഡ് തീരുമാനിക്കുന്നത് അതിൻ്റെ പർപ്പസ് അനുസരിച്ചും അതിൽ ആക്ട് ചെയ്യുന്ന ലോഡിനും അനുസരിച്ചായിരിക്കും ഏത് ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമുക്കടുത്തിനി വീടിൻ്റെ കാര്യം നോക്കാം. വീടിന് ആദ്യം വരുന്നത് PCC ആണ് അല്ലേ. ഫൂട്ടിങ്ങിന് മുമ്പായിട്ട് ഒരു PCC ചെയ്യും. ആ PCC ചെയ്യുന്ന കോൺക്രീറ്റ് എന്ന് പറയുന്നത് M7.5 ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആണ് നമ്മൾ PCC കൊടുക്കുന്നത്. അതിൻ്റെ മിക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1 ബാഗ് സിമെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും 4 ബാഗ് സാൻഡ് എടുക്കണം, 8 ബാഗ് മെറ്റൽ എടുക്കണം. ഇതാണ് അതിൻ്റെ മിക്സ് റേഷ്യോ എന്ന് പറയുന്നത്. PCC കഴിഞ്ഞ് അടുത്ത് വരുന്നത് അതിൻ്റെ ഫൂട്ടിംഗ് കോൺക്രീറ്റ് ആണ്. ഫൂട്ടിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത് M20 ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആണ്. M20 ഗ്രേഡിൻ്റെ മിക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1:1.5:3 ആണ്. M20 കോൺക്രീറ്റിൻ്റെ മിക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് 1 ബാഗ് സിമെൻറ്റ് എടുക്കുമ്പോൾ 1.5 ബാഗ് സാൻഡ് എടുക്കണം, 3 ബാഗ് മെറ്റൽ എടുക്കണം. ഇനി DPC, അതായത് കരിങ്കല്ലിലുള്ള ഫൗണ്ടേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊരു ബെൽറ്റ് കൊടുക്കുമല്ലോ, അതിന് ഉള്ള കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ M50 ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ ബെൽറ്റിനൊക്കെ കൊടുക്കുന്നത്. അതിൻ്റെ മിക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1:2:4. അതായത് 1 ബാഗ് സിമെൻറ്റ് എടുക്കുമ്പോൾ 2 ബാഗ് സാൻഡ് എടുക്കണം, 4 ബാഗ് മെറ്റൽ എടുക്കണം. പിന്നെ അതുപോലെ ഈ കോളം, ബീം അതുപോലുള്ള കോൺക്രീറ്റിനൊക്കെ ഇതിനൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നത് M20 ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആണ്. പിന്നെ അതുപോലെ വീടിൻ്റെ ഫ്ലോർ നിർമ്മിക്കുമ്പോഴത്തേക്കും അതിനും നമുക്ക് M7.5 ഗ്രേഡിലുള്ള കോൺക്രീറ്റ് മതിയാവും. ചില വീടുകളിൽ കോൺക്രീറ്റിലുള്ള വാട്ടർ ടാങ്കുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കോൺക്രീറ്റിലുള്ള വാട്ടർ ടാങ്ക് ചെയ്യുമ്പോൾ അതിന് നമുക്ക് കൊടുക്കേണ്ട ഗ്രേഡ് എന്ന് പറയുന്നത്, കോൺക്രീറ്റിന് കൊടുക്കേണ്ട ഗ്രേഡ് എന്ന് പറയുന്നത് M25 ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആയിരിക്കും കൊടുക്കേണ്ടത്. കാരണം നമുക്ക് കുറച്ച് സ്ട്രെങ്ത് കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് വാട്ടർ ടാങ്ക് അല്ലേ. അപ്പോൾ അതിന് M25 ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആണ് കൊടുക്കേണ്ടത്. അതിൻ്റെ മിക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1:1:2. അതായത് 1 ബാഗ് സിമെൻറ്റ് എടുക്കുമ്പോൾ 1 ബാഗ് സാൻഡ്, 2 ബാഗ് മെറ്റൽ. ഇതായിരിക്കും അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മൾ വീട്ടിന് ഉപയോഗിക്കുന്ന ഗ്രേഡിലുള്ള കോൺക്രീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.